എല്ലാ പ്രേക്ഷകർക്കും ജനപക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള ജനപ്രതിനിധി നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ ഒരു മുഖമാണ്. എല്ലാ ചെറുതും വലുതുമായ എല്ലാ പരിപാടിയിലും നിറസാന്നിധ്യമാണ്. പെരുമ്പാവൂർ നഗരസഭയിലെ 2ാം വാർഡിലെ കൗൺസിലർ ഷെമീന ഷാനവാസാണ് ഇന്ന് നമ്മളോടൊപ്പം ജനപക്ഷത്തിലുള്ളത്. ഷെമീനത്തെ ജനപക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. ഈ ഒരു 5 വർഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു 2ാം വാർഡിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയും ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തു. പക്ഷേ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാനുണ്ട് അല്ലേ? അതല്ലേ ഇത്തവണയും മത്സരിക്കാൻ വേണ്ടി കാരണം? അതെ, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചും അല്ലാതെ നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിറ്റിസൺ വാർഡാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ വാർഡാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി ചെയ്യാനുണ്ട്. ബാക്കി എടുത്ത് പറയേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അംഗൻവാടിയുടെ അറ്റകുറ്റപ്പണികളുടെ അതിൽ അപേക്ഷ വെച്ച് വലിയ അംഗൻവാടി അല്ലെങ്കിലും ചെറിയൊരു അംഗൻവാടിയാണ്. അതിന് കുറേ പണികൾ നടക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം വന്ന് കണ്ടപ്പോൾ ചോർന്ന് ഒലിക്കലായിരുന്നു. അപ്പോൾ നമ്മളത് മുനിസിപ്പാലിറ്റി അപേക്ഷ വെച്ച് അതിന് നല്ല രീതിയിൽ തന്നെ എല്ലാ പണികളും തന്നെ പൂർത്തീകരിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ഈ വഴിക്കുള്ള ഫണ്ട് നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ ഒരാളെ സ്പോൺസറായിട്ട് കണ്ടെത്തി അദ്ദേഹം നമുക്ക് ചെയ്തു തരാണ് ചെയ്തത്. കട്ട വിരിച്ചതാണ്. ഇവിടെ വന്ന കുട്ടികൾക്ക് നടന്നു പോകാനും വരുമ്പോൾ തന്നെ അത് തെന്നി 2 കുട്ടികളൊക്കെ അന്ന് വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ അമ്മമാരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളത് കട്ട വിരിക്കുകയുണ്ടായത്. പിന്നെ നമ്മുടെ മുകളിൽ യോഗ ക്ലാസ് കുറേ നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ യോഗ ഉണ്ടായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ യോഗ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു മാസമായിട്ട് 1.5 മാസമായിട്ട് യോഗ ഇല്ല. അപ്പോൾ നമുക്ക് മുകളിൽ നല്ലൊരു മുറിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രയോജനമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ് എൻ്റെ വാർഡിലുള്ളത്. അവർ അമ്മമാർ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും പാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുടുംബശ്രീ മുഖേന ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ റോഡുകളാണെങ്കിൽ എന്തായാലും നമ്മുടെ ഒരു 95% ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ 2 റോഡ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷന് പറഞ്ഞ ഒരു വഴിയുണ്ട്. അതിപ്പോൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, ചെയ്യാം എന്ന് കോൺട്രാക്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഈ ഇലക്ഷന് മുമ്പ് എന്തായാലും ആ റോഡ് വർക്കുകളും ചെയ്യും. പിന്നെ നമുക്ക് 2 ഹൈമാക്സ് ലൈറ്റ് MLA ഫണ്ടിൽ നിന്ന് 2 ഹൈമാക്സ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഹൈമാക്സ് ലൈറ്റ് നമ്മൾ സ്ഥാപിച്ചു. ഒരെണ്ണത്തിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളൂ. അത് പുത്തമ്പാലത്തിൻ്റെ. പിന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, പിന്നെ കുറേ പെൻഷനുകൾ എടുത്തു പറയാൻ എന്തൊക്കെ പെൻഷനുകളാണല്ലോ. ഡിസബിലിറ്റി പെൻഷനുണ്ട്, അതുപോലെ തന്നെ വിധവാ പെൻഷന്, വാർദ്ധക്യ പെൻഷന്. എന്തായാലും അതൊക്കെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ വീടുകളിലും നമ്മൾ കയറി വരുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ ഒരേ കാര്യങ്ങൾ നമുക്ക് ഉള്ളിലുണ്ട്, അവരുടെ എന്തൊക്കെ ഇനി ചെയ്ത് കൊടുക്കാനുള്ളതെന്ന്. അതുപോലെ പെൺകുട്ടികളുടെ വിവാഹം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതും ഇങ്ങനെ ഒരു സ്പോൺസറിനെ കണ്ടെത്തി അവരുടെ വീടുകളിൽ ഒരു വാടകയ്ക്ക് കിടക്കുന്നതാണ്. അതൊക്കെ നമുക്കറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടേക്കുന്നുണ്ട്. അതുപോലെ ചെറിയ പെൺകുട്ടികൾ അവർക്ക് ഇങ്ങനെ അവരുടെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പിന്നെ പറയത്തക്ക ഇതിൽ മുനിസിപ്പാലിറ്റിയുടെ ആനുകൂല്യങ്ങൾ എന്തായാലും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് എന്തായാലും അതിൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തും പിന്നെ വീടുകൾ PMAY വീടുകൾ എണ്ണം അവർക്ക് അർഹതപ്പെട്ടതെല്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തൊഴിലുറപ്പുകാർക്കും 100 പണിക്ക് മുകളിൽ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വാർഡിൽ ഇന്ന് പണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ള വാർഡുകളിലും അവർക്ക് ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ പണിയില്ലെങ്കിലും മറ്റു വാർഡിൽ നിന്നാണെങ്കിൽ അവർക്ക് പണികൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവർ വീട്ടിൽ ഞാൻ ഇരുത്തിയിട്ടില്ല. അത് അവർക്ക് പൂർണ്ണമായും അത് അവരെപ്പോഴും പറയും എൻ്റെ അടുത്ത്, പണി എപ്പോഴും ഉണ്ടാവും, പണികളാണ് എപ്പോഴും എന്ന് പറയും. അവർക്ക് അതിൽ നിന്നൊരു വരുമാനം എന്തായാലും അവർക്ക് കിട്ടിയിട്ടുണ്ട്.
അംഗനവാടിയിലെ അധ്യാപിക സുധ ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ടീച്ചറേയും ഷെമിനത്ത് ഇവിടെ മെമ്പറായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു അംഗനവാടിക്ക് എന്ത് ഗുണങ്ങളാണ് കിട്ടിയത്? അംഗൻവാടി 2-ാം വാർഡിലെ 20 നമ്പർ അംഗൻവാടിയിൽ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാളെ അംഗൻവാടിയിലേക്കുള്ള വഴി ടൈൽസ് ഇട്ടു. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഡോറ് പോയതായിരുന്നു, അതൊക്കെ ശരിയാക്കി. വാഷ് ബേസിൻ്റെ അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാക്കി. നവീകരണ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം ചെയ്തു തന്നിട്ടുണ്ടല്ലേ? നമ്മൾ വിളിക്കുമ്പോഴൊക്കെ വരും. എല്ലാത്തിനും സഹകരിക്കുന്ന നല്ല സഹകരണമാണ് ഞങ്ങളുടെ കൗൺസിലർ. ഇനിയും മത്സരിക്കണം എന്നാണോ ആഗ്രഹം? ഇനി മെമ്പറായിട്ട് വന്നെന്നാണോ ആഗ്രഹമുണ്ട്? പിന്നെ ജനങ്ങളുടെ തീരുമാനം പോലെ ഇരിക്കും. ഈ അംഗനവാടിയിലെ തന്നെ ഹെൽപ്പർ സീനത്തിൻ്റെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് മെമ്പറിൻ്റെ പ്രവർത്തനങ്ങൾ? നല്ല രീതിയിലാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഓടി വരാനും ചുറ്റുമതിൽ കെട്ടിയും തന്നു. വഴി പിള്ളേർ തെന്നി വീഴുന്ന കരുതി അതിനെ ഞങ്ങൾക്ക് കട്ട വിരിച്ച് തന്നു. നല്ല രീതിയിലാണ് സഹകരണങ്ങൾ ഞങ്ങൾക്കായിട്ട്. സന്തോഷം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ മെമ്പറുടെ? 5 വർഷത്തിൽ നല്ല എനിക്ക് അനുഭവത്തിൽ നല്ല പ്രവർത്തനമായിരുന്നു. അംഗൻവാടിയിൽ വരാൻ കുട്ടികളെ കൊണ്ടാക്കാൻ വേണ്ടി വന്ന സമയത്തൊക്കെ മഴയും തെന്നലൊക്കെ ആയതുകൊണ്ട് റോഡൊക്കെ ശരിക്കും നന്നാക്കി തന്നു. അപ്പോൾ കുട്ടികളെ പക്ഷേ ഭംഗിയായിട്ട് കൊണ്ടുവരാനൊക്കെ പറ്റും. പിന്നെ എനിക്കുള്ള അനുഭവമൊക്കെ നല്ലതായിരുന്നു 5 വർഷത്തെ. പിന്നെ എനിക്ക് വീടിന് മെയിൻ്റനൻസിന് പൈസ വാങ്ങി തന്നു. മതിൽ പണിയാൻ ഇപ്പോൾ സാങ്ഷനായി കിടക്കുന്നുണ്ട്, അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നല്ല അനുഭവമായിരുന്നു. ഇനിയും മെമ്പറായിട്ട് വരണം എന്നാണോ ആഗ്രഹം? ഇനിയും മെമ്പറായിട്ട് വരണം എന്നാണ് ആഗ്രഹം, എൻ്റെ ആഗ്രഹം. ഇവിടെ തൊഴിലുറപ്പിലെ ചേച്ചിമാർ ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി ഇടാണ്. അപ്പോൾ മെമ്പർ പറഞ്ഞത് ശരിക്കും നിങ്ങളെ വീട്ടിലിരുത്താൻ സമ്മതിക്കാറില്ല, നിങ്ങൾക്ക് എപ്പോഴും പണി തരാണെന്നാണ് പരാതി എന്ന് പറഞ്ഞത്. ശരിയാണോ? പണി എന്നാ എപ്പോഴും തരാറുണ്ട്, എന്തിനും വിളിച്ചാലും വരും. നല്ല സപ്പോർട്ടാണ്. വേറെ എന്തെല്ലാം സഹായങ്ങളൊക്കെ തൊഴിലുറപ്പിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് പണിക്കൊക്കെ എപ്പോഴും വിളിക്കും അല്ലേ? അത് തന്നെ വലിയ സഹായമാണ് അല്ലേ? മെയിനായിട്ട് വേണ്ടത് പണിയാണ് മെയിനായിട്ട് വേണ്ടത്. അത് എന്തായാലും കിട്ടുന്നുണ്ടല്ലേ? എല്ലാ തൊഴിലുറപ്പ് ഈ വാർഡിലും വേറെ മറ്റുള്ള വാർഡിലും ഞങ്ങൾക്ക് തൊഴിലുറപ്പ് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വാർഡിൽ ഇല്ലെങ്കിൽ തന്നെ മറ്റുള്ള വാർഡുകളിൽ നിന്ന് വാർഡിലേക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബൾബ് വൈകിയ ബൾബില്ലെങ്കിൽ ബൾബില്ലാന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ മാറ്റി എല്ലാ വിഷയങ്ങളും ഉണ്ട്. 2-ാം വാർഡിലെ തൊഴിലുറപ്പിൻ്റെ മേറ്റാണ്. ഇപ്പം നമ്മൾ 1 വർഷത്തോളമായി ഞാൻ മേറ്റായിട്ട്. അപ്പം നമുക്ക് ഷെമീന ഷാനവാസ് ഞങ്ങളുടെ കൗൺസിലറായപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വാർഡിൽ അല്ലെങ്കിൽ വേറെ വാർഡിലേക്കൊക്കെ പണിക്ക് നമ്മുടെ കൗൺസിലർ പറഞ്ഞാണ് നമ്മൾ വേറെ വാർഡിലേക്കൊക്കെ 24-ാം വാർഡിലും 23-ലും ഒക്കെ ഞങ്ങളെ പണിക്ക് ഞങ്ങൾ തന്നെയാണ് പോവാറ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം 100 പണി എല്ലാവർക്കും 100 പണി തികഞ്ഞു. ഈ പ്രാവശ്യം എല്ലാവർക്കും 100ൻ്റെ അടുത്തായി നിൽക്കണം. മെമ്പർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അപ്പം മത്സരിക്കുന്നുണ്ട്. മെമ്പറായിട്ട് തന്നെ വന്നെന്നാണോ? മെമ്പറായിട്ട് വന്നെന്ന് തന്നെയാണ് എല്ലാവരെയും ആഗ്രഹം. മുസ്തഫ മുസ്ലിയാർ റോഡിലെ കാന നിർമ്മാണം ഏറെ പ്രതിസന്ധി നേരിട്ടതാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാന നിർമ്മിച്ചതാണ്. അതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ തരണം ചെയ്ത് പോയിട്ടാണ് അതുപോലെ ഒരു കാന നിർമ്മാണം പൂർത്തിയാക്കിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ഒരു കാന ഇവിടെയുള്ള ജനങ്ങൾക്കൊരു സ്വപ്നമാണ്. ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് വരുമ്പോഴും ഇവിടെ ഈ കാന ഇങ്ങനെ ഒരു കാനയുടെ പകുതി വരെയാണ് നമുക്ക് വന്നിട്ടുള്ളൂ, ബാക്കി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കുറച്ച് ആളുകൾ നമുക്ക് ഇതിന് സ്ഥലം വിട്ടു തരികയും അവർ നല്ല സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ അവർ നമുക്ക് കാന നിർമ്മിക്കണമെന്നുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു തന്നത്. അത് മുനിസിപ്പാലിറ്റി നമ്മൾ അപേക്ഷ കൊടുത്ത് ഒരു 3-4 കൗൺസിൽ അത് ഈ അജണ്ട വരികയും പിന്നെ അത് തള്ളിപ്പോവുകയും പിന്നെ വച്ചാണിത് നമ്മൾ ഈ കാന പൂർത്തീകരിച്ചത്. പക്ഷേ നമുക്ക് ഈ MC റോഡിൽ നിന്ന് തന്നെ വെള്ളം പോകാൻ നമുക്ക് ഇതിലെ പോകാൻ സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ ഈ കാന വന്നാൽ മാത്രമാണ് ഇവിടെയുള്ള ജനങ്ങൾക്കും ഇവിടെ വെള്ളക്കെട്ടിനും വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളക്കെട്ട് വന്ന് രൂക്ഷമായിട്ട് കൊതുക് അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ആളുകൾ വിളിച്ച് നമ്മളോട് പറയുന്നത് കൊതുകാണ് അങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയാണ്, അത് പോകാനുള്ള എന്തെങ്കിലും ഒരു വഴി ചെയ്തു തന്നെ എന്ന് പറഞ്ഞ് പല ആളുകളും നമ്മളോട് പറഞ്ഞാണ് അങ്ങനെയാണ് അപേക്ഷ വച്ചതും.
പിന്നെ അത് പോക്കുവരവ് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിൽ ഒരു വില്ലേജ് ഓഫീസിൽ തന്നെ കയറി ഇറങ്ങി ഒരു 1, 2, 3 മാസത്തോളം വില്ലേജ് ഓഫീസിൽ കൂടെ കയറി ഇറങ്ങി. മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ ഒരുപാട് ഇതിൽ പെട്ടാണ്. കാരണം എന്തായാലും നിർമ്മിച്ച് വളരെ സന്തോഷമായി. അതിലെല്ലാം ജനങ്ങൾക്കും വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ പറയുകയാണെങ്കിൽ കുറച്ച് ആളുകൾ സ്ഥലം വിട്ട് തന്നു, അവർക്ക് അവരുടെ ആധാരത്തിൻ്റെ കോപ്പിയും തന്ന് അവർ ഒപ്പിട്ട് തന്നു. അപ്പോഴും വേറെ ഒരു പ്രതിസന്ധികളും ഉണ്ടായി. പിന്നെ അതൊന്നും ഇപ്പം നമുക്കത് പറയാൻ പറ്റില്ല. എന്തായാലും ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചതല്ലേ. സ്ഥലം വാങ്ങുമ്പോൾ ഇവിടെ കാണാനുണ്ടായിരുന്നില്ല. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന് ഈ കുടിയിലെല്ലാം വെള്ളം കയറിയും താഴ്ത്ത കുടികളിലേക്കും വെള്ളം കയറിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ സ്ഥലം മേടിച്ചതിന് ശേഷം കൗൺസിലറുമായിട്ട് സംസാരിച്ച് കൗൺസിലർ പറഞ്ഞ് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 1 കൊല്ലത്തോളം ഞാനും കൗൺസിലറും കൂടി മുനിസിപ്പാലിറ്റി വില്ലേജ് അത് പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കയറി ഇറങ്ങി. എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ മുതൽ അവിടെ ഒരു വർഷത്തെ ഫണ്ട് ഫുള്ള് ആ കാണയ്ക്ക് വേണ്ടി നമുക്ക് അനുവദിച്ചു തന്നു. അതിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം വേറെ ആണെങ്കിൽ പോലും ഞാനൊരു കാര്യം ചെന്ന് പറഞ്ഞു, ഇങ്ങനെ താമസക്കാരനായിട്ട് വരാനാണ്, ഇങ്ങനെ സ്ഥലം മേടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇതാണ്. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞൊരു പണ്ടൊരു കേസിൽ കിടന്ന ഒരു കേസിലായിരുന്നു ഇത്. നമുക്ക് അവരെയൊക്കെ വിളിച്ച് സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ച് സംസാരിക്കുകയും അതിനിടയ്ക്ക് പല വഴക്കുകളുണ്ട്. അവരും കാണാൻ പണിയാൻ വന്നപ്പോഴും വഴക്കുണ്ടായി. എന്നിട്ട് പോലും ഞങ്ങളത് തീർത്ത് ലാസ്റ്റ് വരെ എത്തിച്ച് ഇതുപോലുള്ള കാര്യങ്ങളിൽ എനിക്ക് വളരെയധികം എൻ്റെ കൂടെ നിന്നൊരാളാണ് ഈ മെമ്പർ. രാഷ്ട്രീയത്തിലല്ല, അല്ലാതെ തന്നെ ഞങ്ങൾ തമ്മിൽ എന്ത് കാര്യം പറഞ്ഞാലും ആ കാര്യത്തിൽ നടപടി ഉള്ളതാണ്. എന്നെ വിളിച്ചിട്ട് പറയും. പിന്നെ തീർച്ചയായിട്ടും പ്രതിനിധി അല്ലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറയും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും പെട്ടെന്ന് വന്ന് അത് നടത്തി തന്നു. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, വരട്ടെ. എന്നോട് ഇവിടെ പലരും വീട് വെച്ച മേടിക്കാൻ നേരത്ത് പറഞ്ഞു, ആ കാണാൻ നീ സ്വന്തമായിട്ട് പണിയേണ്ടി വരും, എൻ്റെ കാശ് മുടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പണിയണേ കഴിഞ്ഞാൽ എൻ്റെ അതിർത്തി പൊളിച്ചിട്ടേക്കാണ്. അത് മുനിസിപ്പാലിറ്റിനെ പൊളിച്ച് ഇട്ടിട്ട് പാതി കേസിന് നിന്നുപോയി. എന്നിട്ട് അവർ തറയും കൂടെ പണിത് തരായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യം ഇപ്പോൾ മുമ്പിരുന്ന ചെയർമാനും ഒക്കെ ആയിട്ട് ആ ചെയർമാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് നടന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ കൂടി നടന്ന് എപ്പോൾ വിളിച്ചാലും ഞാൻ വിളിക്കുമ്പോൾ അവൾ വരും. അങ്ങനെ വന്ന് പേപ്പർ ഭാഗങ്ങളെല്ലാം ആക്കിയാണ് ഇത്ര ആക്കിയത്. നിങ്ങൾക്കിത് എന്നോട് മാത്രമല്ല, താഴത്ത് ഇല്ലക്കാരോട് ചോദിച്ചാൽ ഈ കൊല്ലം അവിടെ വെള്ളം കയറിയിട്ടില്ല. അല്ലെങ്കിൽ ഈ കുടിയിൽ കൂടെ പോയിട്ട് വെള്ളം മുഴുവൻ അപ്പുറത്തെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത്രയേറെ കാര്യങ്ങൾ അവൾ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൗൺസിലറുടെ വർക്കിൽ എനിക്ക് 100% ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത് ശരിക്കും വെള്ളവും വെളിച്ചവും വഴിയൊക്കെയാണ്. അതിനായിട്ട് ഇവിടെ വെളിച്ചത്തിനായിട്ട് ഹൈമാസ് ലൈറ്റ് തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് MLA ഫണ്ടിൽ നിന്നാണോ? അത് MLA ഫണ്ടിൽ നിന്നാണ്. MLA ഫണ്ടിൽ 22-23 കാലഘട്ടങ്ങൾ നമ്മൾ അപേക്ഷ വച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് ആ വർഷം എനിക്ക് കിട്ടിയില്ല. പിറ്റത്തെ വർഷം ഞാൻ 2 ഹൈമാക്സിന് വെച്ചത്. ഒന്ന് നമ്മുടെ പുത്തൻപാലത്തിന്, രണ്ടാമത് പഴയ പാലത്തിന്. അപ്പോൾ പഴയ പാലത്തിനാണ് ആദ്യം സാങ്ഷനായത്. പുത്തൻപാലത്തിന് ഇപ്പോൾ വന്ന് സൈറ്റൊക്കെ നോക്കി അവർ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് വല്ല റോഡും അതുപോലെ തന്നെ നമ്മുടെ പള്ളിപ്പടി, കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിലേക്ക് പോകുന്ന റോഡുമാണ്. ഇവിടെ വന്ന വഴികളെല്ലാം വലിയ വണ്ടികളും ചെറിയ വണ്ടികളും ഒക്കെ ഈ വഴി ടച്ച് ചെയ്താണ് നമ്മൾ പെരുമ്പാവൂർക്ക് പോകണമെന്നും കാലടിക്ക് പോകണമെന്നും ചിലപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡുകളാണ് ഇതിൽ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു വെട്ടം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്ഥാപിച്ചത്. പിന്നെ നമ്മുടെ ഈ പാലത്തിലേക്ക് ചേർന്ന് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അവിടെ സ്ലാബുകൾ നമ്മൾ വന്ന് നോക്കിയായിരുന്നു. അവിടെ ചേർത്ത് ആ പാലത്തിൻ്റെ അടുത്തേക്ക് വയ്ക്കാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ സൈറ്റ് വയ്ക്കുമ്പോൾ അവർക്ക് ഇവിടെയാണ്. അപ്പോൾ വെട്ടം കുറച്ചും കൂടി അവിടെ പാലത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള കൗൺസിലറായിട്ട് സംസാരിച്ച് അവിടെ ലൈറ്റിന് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത ഒരു ഇനി മെമ്പറായിട്ട് വേണം അതൊക്കെ ചെയ്യാനല്ലേ. ഹൈമാക്സ് ലൈറ്റ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഈ റോഡ് വളരെ മോശമായിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ നമുക്കവിടെ കട്ട വിരിക്കാനും ഈ പ്രദേശം തന്നെ ഒരു നല്ലൊരു വികസനം കൊണ്ടുവരാൻ സാധിച്ചിരുന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ്. ഇതിൻ്റെ ഈ പ്രദേശം തന്നെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. ഒരു 5 വർഷം മുമ്പ്, അതായത് ഇത്തേക്ക് മെമ്പറായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ശരിക്കും ഈ പ്രദേശത്തെ ആളുകൾക്കൊരു പരാതി ഉണ്ടായിരുന്നു. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് വെള്ളക്കെട്ട് ഉണ്ടാവുകയും അതുപോലെ തന്നെ സ്ഥിരം കറണ്ട് പോവുകയും നാട്ടുകാർക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിന് ഏത് രീതിയിലാണ് പരിഹാരം കണ്ടെത്തിയത്? അത്
നമ്മൾ കയറിയപ്പോൾ തന്നെ, അതായത് കൗൺസിൽ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ നമ്മൾ ഇവിടെയുള്ള പരിസരവാസികളോട് വന്ന് പറഞ്ഞു, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് അപേക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ലെറ്റർ പാഡിൽ എഴുതി നമ്മൾ KCB കൊണ്ടുപോയി എയിനെയും കണ്ട് എക്സിനെയും കണ്ടാണ് പരിഹാരം കണ്ടെത്തിയത്. അപ്പോൾ അവരിവിടെ വന്ന് നോക്കിയപ്പോൾ അവർക്ക് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞ് ഇവരെല്ലാവരും വിളിച്ച് കൂട്ടിയൊക്കെയാണ് നമ്മളിങ്ങോട്ട് മാറ്റിയത്. അവർക്ക് കൺമുന്നിൽ കാണിച്ചു കൊടുക്കണം വെള്ളക്കെട്ട് എങ്ങനെയാണ് വന്നേക്കണേന്നും. പിന്നെ കുറേ ഒരു ദിവസം രാവിലെ വന്ന് അവർ വെള്ളം ആ ട്രാൻസ്ഫോമറിന് ചുറ്റും വെള്ളമായിരിക്കും. അപ്പോൾ വന്ന് കറണ്ട് ഓഫ് ചെയ്യും. പിന്നെ ചിലപ്പോൾ 2, 3, 4 ദിവസം കഴിയുമ്പോഴായിരിക്കും കറണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും നല്ലൊരു ട്രാൻസ്ഫോമറുകൾ മാറ്റിയപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ആളുകൾ പറഞ്ഞിട്ടില്ല. പിന്നെ അതിനോടനുബന്ധിച്ച് ആ വെള്ളക്കെട്ടിൻ്റെ വേണം നമ്മളവിടെ കട്ട വിരിക്കുകയും ആ സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. മെമ്പർ ഞങ്ങളുടെ വീട് പണി പൂർത്തിയാവാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് വീട് മുകളിലേക്കുള്ള പണി പൂർത്തിയാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് നമുക്ക് സഹായവുമായിട്ട് വന്നത് ഷെമീന ഷാനവാസാണ്. ഈ റോഡ് കട്ട വിരിച്ച് നവീകരിച്ചല്ലോ. അപ്പോൾ ഈ കാനയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ഒരവസ്ഥയിലായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് ഏത് രീതിയിൽ അവർക്ക് ചെയ്ത് നൽകുവാൻ സാധിച്ചു? 5 വർഷത്തിന് മുമ്പ് ഞാനിവിടെ വരുമ്പോൾ റോഡ് കോൺക്രീറ്റ് ആയിരുന്നു. കോൺക്രീറ്റ് റോഡാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ മോശമായ രീതിയിലാണ് ഈ റോഡ് കിടന്നത്. അപ്പോൾ ഈ 3 വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്. അവരപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇലക്ഷൻ ഇവിടെ വരുമ്പോൾ അവർ എപ്പോഴും എൻ്റെ അടുത്ത് ഒരു ആവശ്യമാണ് പറഞ്ഞത്, റോഡ് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി. അതുപോലെ കാന നിർമ്മിക്കുകയോ അതുപോലെ അതിൻ്റെ മുകളിൽ സ്ലാബുകൾ ഇട്ട് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ഷെമിയെ ഒരുപാട് നാളുകളായിട്ട് അറിയണതാണ്. ഞങ്ങളുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സണാണ്. ചെയർപേഴ്സണല്ല, CDS മെമ്പറാണ് ഞാൻ. അപ്പോൾ ഞാൻ കുടുംബശ്രീയിലേക്ക് വന്നിട്ട് കുറേ കാലങ്ങളായി. അതുകൊണ്ട് എനിക്ക് ഷെമി കൗൺസിലറായി വന്നപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ കുടുംബശ്രീക്കാരെല്ലാവരും അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഷെമിയെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ എപ്പോഴും ഈ കാനയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഇതിൽ റോഡ് നിറയെ വെള്ളം പോകുമായിരുന്നു. വേസ്റ്റ് അവിടെ ഒരു വേസ്റ്റ് ഇതുണ്ട്, ആ പിറ്റ് നിറഞ്ഞിട്ട് നിറയെ വെഴുക്കും വെള്ളമെല്ലാം ഇതിലെ പോയി ഇവിടെ ഈ റോഡിലേക്ക് ഞങ്ങളുടെ ഇവിടെ വരെ വെള്ളം കയറി വരുമായിരുന്നു. അതൊക്കെ നമുക്ക് എപ്പോൾ വിളിച്ച് പറഞ്ഞാലും ഏത് നേരത്ത് വിളിച്ച് പറഞ്ഞാലും ഷെമി ഓടി എത്തുക. നമുക്കതിന് വേണ്ട എല്ലാ കാര്യങ്ങളും മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതെല്ലാം ചെയ്തു തരാം, എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ, നമ്മൾ ഒരാളുടെ കഴിവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനൊക്കെ എൻ്റെ കാര്യം പറയണേ കേട്ടോ. ഒരാളുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, അവരെ നമുക്ക് എന്തെല്ലാം എപ്പോഴും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരാളാണോ, അങ്ങനെയൊക്കെയുള്ള ഇത് നോക്കിയിട്ടാണ് ഞാനൊക്കെ കൗൺസിലർമാരെ സെലക്ട് ചെയ്യാറ്. സെലക്ട് ചെയ്യണ കാര്യത്തിൽ വോട്ട് ചെയ്യണ കാര്യം തീരുമാനിക്കാറ്. അപ്പം അതുപോലെ 100% എനിക്ക് വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഷെമീന ഷാനവാസ്. അപ്പോൾ ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ അനുഭവത്തിലും ഇപ്പോൾ ഈ റോഡിലെ വെള്ളക്കെട്ട് മാറ്റാനാണെങ്കിലും റോഡ് ടാർ ചെയ്യിക്കണ കാര്യങ്ങളിലായാലും ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സഹകരണം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ഷെമി ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ലോൺ എടുക്കുന്ന കാര്യത്തിന് ഏതിനും നമ്മുടെ ഒപ്പം നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് എനിക്ക് അവരെ 100% വിശ്വാസമാണ്. ഇനി മെമ്പറായിട്ട് വരണമെന്നാണ്. ഇനി മെമ്പറായിട്ട് വന്നാലും എനിക്ക് സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. കാരണം വെച്ചാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ചെയ്തു തരാനുള്ള കഴിവ് ഷെമീനൊക്കെ ഉണ്ട്. ആ കാര്യത്തിൽ സന്തോഷമാണ്. ആൺ പെൺ ഭേദമില്ലാതെ ഏത് സമയത്തും ആർക്കും ഉപകാരപ്പെടുന്ന ഒരു കൗൺസിലറായിരുന്നു 2-ാം വാർഡിലെ. എല്ലാ ജനങ്ങൾക്കും പൊതുവെ നല്ല അഭിപ്രായമാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം 2-ാം വാർഡിലേത് മികവിട്ടതായിരുന്നു. ഒരഭിപ്രായ വ്യത്യാസവും ഇവിടുത്തെ ജനങ്ങൾക്കില്ല. ജാതി മത വർഗഭേദമെന്നെ ആര് വിളിച്ചാലും ഏത് സമയത്തും എത്തിപ്പെടുന്ന ഒരു കൗൺസിലറായിരുന്നു 2-ാം വാർഡിലേത്. നല്ല ഭരണമായിരുന്നു. ജനങ്ങളായിട്ട് പൊതുവെ നല്ല സൗഹാർദ്ദത്തിലാണ് പെരുമാറുന്നത്. വാർഡിലെ വികസന സമിതി കൺവീനറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിൻ്റെ പേര്? എങ്ങനെയുണ്ട് മെമ്പറുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു 5 വർഷം? നമ്മൾ ഇവിടെ തുടങ്ങിയത് തന്നെ COVID-19 ആ സമയത്താണ്. നല്ല ആൾക്കാർക്കെല്ലാം ഒരു പരിഭ്രാന്തിയിലായ സമയത്താണ് നമ്മളിവിടെ തുടങ്ങിയത് തന്നെ, കൗൺസിലർ ആരംഭിച്ചത്. അന്ന് മുതൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ അവർക്കുള്ള എല്ലാ സംഗതികളും
ക്വാറന്റൈനിലൊക്കെ പോകുന്ന ആൾക്കാർക്കുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തു. പിന്നെ അതിൻ്റെ വാക്സിനേഷനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തി. പിന്നെ പരിസര ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി. ഞങ്ങളെ SDP-യുടെ എല്ലാ പ്രവർത്തകരും അന്ന് മുതൽ ഇന്ന് വരെ ആക്റ്റീവായിട്ട് വാർഡിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകും. അതിനുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ പ്രാവശ്യം. പിന്നെ വഴിവിളക്കുകൾ, റോഡുകൾ, അതുപോലെ കുടിവെള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ വളരെ മികച്ച രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു നല്ല പരിശ്രമങ്ങൾ ആ ഒരു അർത്ഥത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ നഗരസഭയിൽ നിന്നുള്ള പരമാവധി ഫണ്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഫണ്ട്, മറ്റ് MLA-യുടെ ഭാഗത്തു നിന്നുള്ള ഫണ്ടുകളൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി വാർഡിൽ ചിലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ജോയിൻറ്റ് കൺവീനർ മാഹനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ഒരു കോവിഡിൻ്റെ ടൈമിലാണ് ഇപ്പം കൗൺസിലർ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു? നമ്മൾ വിജയിച്ച് വന്ന ആ ടൈമിൽ കോവിഡിൻ്റെ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും കൗൺസിലർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും കൂടി വാർഡ് വികസന സമിതി എല്ലാവരും കൂടി എല്ലാവരും കൂടിയിട്ട് നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു നമ്മൾ ചെയ്തത്. വാർഡിലെ എല്ലാവർക്കും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആ ടൈമിലൊക്കെ നമ്മൾ ചികിത്സാപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യേണ്ടി വന്നു. പല ആശങ്കകളും ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കൗൺസിലർ ഏത് സമയത്താണെങ്കിലും വിളിച്ചാൽ ഓടി എത്തുമായിരുന്നു. പ്രധാനമായിട്ടും ഈ വാക്സിനേഷൻ്റെ കാര്യങ്ങൾ, പിന്നെ വാർഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ, പിന്നെ അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാവിധ പ്രവർത്തനങ്ങളും ആ സമയത്ത് ആക്റ്റീവായിട്ട് നിന്നു. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വാർഡ് വികസന സമിതിയിൽ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം കൗൺസിലറാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇന്നത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനിലാണ് ആൾ എപ്പോഴും ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറ്. അതുപോലെ തന്നെ വാർഡിലെ എല്ലാ വിധ ആളുകളായിട്ടും ആൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ഏത് സമയത്തും വിളിച്ച് അവരുടെ ഓരോരോ കാര്യങ്ങളുണ്ടാവും. അവരുടെ പെൻഷന് അല്ലെങ്കിൽ പെൻഷനായിട്ടുള്ള കാര്യങ്ങളോ, സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് സംശയമാണെങ്കിലും ഡയറക്റ്റ് ആളെ വിളിച്ച് ചോദിക്കാനും അതിന് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും ആൾക്ക് ഭയങ്കര സന്നദ്ധയാണ്. അത് നമുക്ക് നമ്മുടെ ഈ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഒരുപാട് ഉപകാരം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള എല്ലാ റോഡുകളും ഈ 5 കൊല്ലത്തെ സമയം കൊണ്ട് ടാർ ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ MLA ഫണ്ടിൽ നിന്നും നമുക്ക് അനുവദിച്ച ഹൈമാക്സ് ലൈറ്റ്, ഒരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചു. ഒരെണ്ണം അടുത്ത് തന്നെ നമുക്ക് അത് 2 ലൈറ്റ് ഫാഷനായിട്ടുണ്ടായിട്ട് അടുത്ത് തന്നെ മറ്റു ലൈറ്റ് അടുത്ത് തന്നെ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് അംഗൻവാടിയിലെ മുകളിലുള്ള ഇത് നവീകരിക്കാൻ സാധിച്ചു. അങ്ങനെ നമുക്ക് നമ്മുടെ വാർഡിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആൾ എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ഏത് രീതിയിൽ ഏത് സമയത്തും ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഈ 5 വർഷം കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു നമ്മുടെ 2ാം വാർഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷെമിനത്തേക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും മെമ്പറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ കൂടി ഇനിയും ചെയ്യണം, ഇന്ന വികസനങ്ങൾ കൂടി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇനിയും ചെയ്യണം എന്നൊരു മനസ്സിൽ ഒരു ഇതുണ്ടാവുമല്ലോ, അത് എന്താണെന്നൊന്ന് പറയാമോ? ഇനിയും മെമ്പറായിട്ട് വന്നാൽ, അതായത് മുനിസിപ്പാലിറ്റിയിലെ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്ക് അർഹരപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് ആദ്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണക്കാരായ ജനങ്ങളാണ് നമ്മുടെ വാർഡിൽ. ഇനിയും വീടുകളില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ. സ്ഥലവും ഇല്ല, വീടും ഇല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം, അവർക്ക് ഒരു വീടാണ്, അവർക്ക് ഏറ്റവും അത്യാവശ്യം നമുക്കൊരു വീടാണല്ലോ. അങ്ങനെ ഒരു കുറച്ച് പേര് അത് നമ്മുടെ മനസ്സിലെപ്പോഴും അന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ കുറേ പേർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ വേറൊരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ പ്രദേശത്ത് കുറച്ച് പുറമ്പോക്ക് സ്ഥലം കണ്ടെത്തിയിരുന്നു. അത് ഞങ്ങൾ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി അപേക്ഷ കൊടുത്ത് അവർ വന്ന് വില്ലേജിനൊക്കെ വന്ന് അന്വേഷണമൊക്കെ നടത്തി പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ശരിയായി വരാണെങ്കിൽ ഒരു ഓപ്പൺ ജിമ്മും അതിനോടൊപ്പം തന്നെ ഒരു ലൈബ്രറി, അതെൻ്റെ ഒരു സ്വപ്നമാണ്. അത് സാധിക്കുമെന്നൊരു ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം പുറമ്പോക്ക് സ്ഥലമാണല്ലോ. എന്നാലും അതിൻ്റെ പിന്നിൽ ഞാൻ പ്രവർത്തിക്കും. അതിന് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. പിന്നെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകളാണ്. അവർക്കും വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട് ഒരുപാട് പേര്, വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി
ഒരു എന്തെങ്കിലും വീട്ടിലിരുന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്താനുള്ള എന്തെങ്കിലും അതിനൊരു ശ്രമം കണ്ടെത്താറുണ്ട്. അപ്പോൾ ഈ കൗൺസിൽ സ്ഥാനത്തേക്ക് വന്നത് തന്നെ കുടുംബശ്രീയാണ്. കുടുംബശ്രീയിൽ 17 വർഷം ഞാൻ കുടുംബശ്രീ അംഗത്വം എടുത്ത് അതിൽ ADSൻ്റെ ചെയർപേഴ്സണും CDS മെമ്പറും അയൽക്കൂട്ടത്തിലെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആയിരുന്നു 17 വർഷത്തിന്. ഈ സ്ത്രീ ശാക്തീകരണത്തിലൂടെ കയറി വന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഈ ഇവിടെ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ കുടുംബശ്രീ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട കുടുംബശ്രീക്കാരാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും അവർ മത്സരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പല ആളുകളും വിളിച്ച് എല്ലാവരും തന്നെ മിക്ക കുടുംബശ്രീ അംഗങ്ങൾ വിളിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഞാൻ ഇനിയും ആ സപ്പോർട്ടിൻ്റെ പേരിലാണ് ഇനിയും ഞാൻ മത്സര രംഗത്തേക്ക് വരുന്നത്. ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു വാർഡിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഷെമിനത്തയുടെ ആഗ്രഹം. അതുപോലെ തന്നെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അപ്പം പെരുമ്പാവൂർ നഗരസഭയിലെ 2ാം വാർഡിലെ കൗൺസിലർ ഷെമീന ഷാനവാസ് വീണ്ടും മത്സരിക്കുകയാണ്. നമുക്ക് ആനുകൂല്യങ്ങളെല്ലാം ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ മൂല്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ഒരു പരിധി വരെ എല്ലാം തന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും മെമ്പറായി കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സാധിക്കട്ടെ. എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. ജനപക്ഷത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.